3 കൊല്ലമായിട്ടും ഒരു റിപ്പയർ പോലെ ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഈ വീട് ഞങ്ങൾ റെനോവേറ്റ് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. 75 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അതിനെയാണ് ഞങ്ങൾ ഒരു പുതിയ ജീവിതം കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നോരോന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന പേട്ട ജംഗ്ഷനിലാണ്. ഏറ്റവും ട്രാഫിക്കും ഏറ്റവും ഡിമാൻഡായിട്ടുള്ള സ്ഥലമാണ് പേട്ട. അവിടെയാണ് ഈ വീട് നിൽക്കുന്നത്. 75 കൊല്ലം പഴക്കമുണ്ട്. ഞങ്ങൾ 3 വർഷം മുമ്പ് ചെയ്തൊരു വീടാണ്. 3 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. എങ്ങനെയുണ്ട്? ഓണം പ്രമാണിച്ച് വന്നതാണ്. എൻ്റെ ക്ലൈൻറ്റിനെ കാണാൻ വന്നതാണ്. അവരുടെ അഭിപ്രായങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ വന്നേക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആക്ച്വലി ഇവിടെ എല്ലാം പഴയ ഭിത്തിയൊക്കെ ആയിരുന്നു. ഇതെല്ലാം പഴയ വോളായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ ഇതിനകത്ത് ഇനി വീണ്ടും പെയിൻറ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ ടൈലും ഗ്രാനൈറ്റൊക്കെയാണ് ഇവിടെ ഒട്ടിച്ചേക്കുന്നത്. ഈ ടൈലും ഗ്രാനൈറ്റും നമ്മൾ പലയിടത്തും യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് വന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു കാണാൻ ഭംഗിയായിരിക്കും, ക്ലീൻ ചെയ്യാൻ. കാരണം ഇവിടെ പ്രായമുള്ളവർ 2 പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് എപ്പോഴും പെയിൻറ് ചെയ്യാനോ അല്ലെങ്കിൽ നാളെ വിളിച്ച് ചെയ്യിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡിസൈനിൽ ഈ ടൈലും അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് എളുപ്പമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പഴയ ഒരു 50 കൊല്ലം 60 കൊല്ലം പ്രായമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ വീടിൻ്റെ ഒരു രീതിയാണ് ഇപ്പോഴും ഇവിടെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇങ്ങനെയുള്ള വീടുകൾ കാണുന്നത് വളരെ കുറവായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ ഒരു റൂമുണ്ട്, ഇപ്പർ സൈഡിൽ റൂമുണ്ട്. ഇതാണ് വരാന്ത. അപ്പോൾ ഇതിൻ്റെ ടൈൽസ് എല്ലാം ഞങ്ങൾ ചേഞ്ച് ചെയ്തു. ഇതെല്ലാം പഴയ ഒരു സാധനം പോലും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. പഴയതിന് തന്നെ നമ്മൾ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഗ്രില്ലാണെങ്കിലും ഇതൊക്കെ പ്രോപ്പർ വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഇതിനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിനെയൊക്കെ വർക്ക് ചെയ്തേക്കുന്നത്. അതേപോലെ ഡോറുകളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ആകെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഫ്ലോർ ടൈലും പിന്നെ പുതിയതായിട്ട് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഡോറിനെല്ലാം പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ സ്വിച്ചസും കേബിളും മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയത് തന്നെയാണ് വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി സാറിൻ്റെ ബെഡ്റൂമാണ്. അപ്പം സാറിന് 2 റൂമുണ്ട്. ഇതിനകത്ത് ഒരു ഓഫീസ് റൂമുണ്ട്, സാറിൻ്റെ ബെഡ്റൂമാണ്. ഇതിനകത്ത് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ടൈൽസ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പഴയ വിൻഡോ ഒക്കെ ആയിരുന്നു. അതിൻ്റെ പഴയ കേർട്ടൻസ് എല്ലാം മാറ്റി പ്രോപ്പറായിട്ട് ബ്ലൈൻഡ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഇലക്ട്രിക്കൽ വയറിങ്ങും സ്വിച്ചസ് എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 3 കൊല്ലം പഴക്കമുണ്ട്. ഞങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ ഡെയിലി ഉപയോഗിച്ചുകൊണ്ട് രീതിയിൽ തന്നെ എടുക്കുന്നത്. വേറെ ഒരു അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്യാൻ പോയിട്ടില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അതേപോലെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ, ഞങ്ങൾ എപ്പോഴും നോക്കുന്നത് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ വീടുകളിൽ പോയി നോക്കിയിട്ട് നമ്മൾ ചെയ്ത വർക്കിനകത്ത് എന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ കുറവോ എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പം ഓണമായിട്ട് മാക്സിമം എൻ്റെ കസ്റ്റമേഴ്സിനെയൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വീട് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ പെയിൻറ്റിങ് എല്ലാം വളരെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നിൽപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല, ലീക്കിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിനകത്തൊരു അറ്റാച്ച് ബാത്റൂം ഉണ്ട്. അതും നമ്മൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ. ആക്ച്വലി ഈ ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം ഇല്ലായിരുന്നു ഇതിനകത്ത്. ഇതൊരു വെളിയിലൊരു സ്റ്റോറായിരുന്നു. ആ സ്റ്റോറിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് ബാത്റൂമിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ബാത്റൂം ഈ 75 കൊല്ലം പഴക്കമുള്ള വീട്ടിനകത്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിനകത്ത് ആക്ച്വലി ഞങ്ങൾ ആ സ്റ്റോറിനെ മാക്സിമം ഡിമോളിഷ് ചെയ്ത് അതിൻ്റെ ഇത് ആക്ച്വലി അത്രയും പഴക്കമുള്ള വീടായതുകൊണ്ട് ഇത് ചെങ്കല്ല് വെച്ചിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അതിനെ ഈ ചുണ്ണാമ്പ് വെച്ചായിരുന്നു പണ്ട് പ്ലാസ്റ്റർ ചെയ്തിരുന്നത്. അതിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് റീപ്ലാസ്റ്റർ ചെയ്ത് അതിനകത്താണ് നമ്മൾ ക്യാബിനറ്റും വാഷ് കൗണ്ടറും പിന്നെ ഷവറും അതുപോലെ സ്പൗട്ടും വളരെ മോഡേൺ രീതിയിലാണ് ഈ ബാത്റൂം നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും. ഇതിൻ്റെ റൂഫെല്ലാം പഴയ നമ്മുടെ പണ്ടത്തെ വുഡും ആ ഒരു ഡിസൈനുള്ള റൂഫൊക്കെയാണ് ഇപ്പോഴും ഇതിനകത്തുള്ളത്. അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള വാട്ടർ ഹീറ്ററും വാഷ് കൗണ്ടറും വാൾ മൗണ്ട് ക്ലോസറ്റും ഇങ്ങനെ വാൾ ടൈലും എല്ലാം 240 ഹൈറ്റിലാണ് നമ്മളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഈ ഒരു റൂം മാത്രമേ ഉള്ളായിരുന്നു. ഇത് സെപ്പറേറ്റ് റൂമായിരുന്നു. ഇവിടുന്ന് സെപ്പറേറ്റ് ആയിരുന്നു, ഇത് സെപ്പറേറ്റ് ആയിരുന്നു. അപ്പം ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഈ ടൈല് ആക്ച്വലി ഞങ്ങൾ പ്ലേസ് ചെയ്തതല്ല, ഇത് പഴയ ടൈലാണ്. ഇത് ഞങ്ങൾ പ്ലേസ് ചെയ്തതാണ്. ഈ ടൈൽ ഇതെല്ലാം ഞങ്ങൾ പ്ലേസ് ചെയ്തതാണ്. ഫ്രണ്ടിലും ഇതെല്ലാം ഞങ്ങൾ പ്ലേസ് ചെയ്തതാണ്. അപ്പം ഈ ടൈല് വന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിനെ പാർട്ടീഷൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തത്. ഞാൻ അന്നേരം പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ നമുക്ക് ഇതിൽ നിന്ന് ബാക്കി വന്ന ഗ്രാനൈറ്റൊക്കെയാണ് നമ്മൾ ആ പില്ലറിൽ ഒട്ടിച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം വളരെ എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ റൂഫ് നമുക്ക് കാണണമല്ലോ, സീലിംഗ് എല്ലാം വുഡ് സീലിംഗ് ആണ്. ഇപ്പം പണ്ടത്തെ സീലിംഗ് എല്ലാം വുഡ് സീലിംഗ് ആണല്ലോ.
അപ്പോൾ ഈ വുഡ് സീലിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വാളിനെ ഓപ്പൺ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ ഈ റൂമും ഇത് രണ്ട് സെപ്പറേറ്റ് റൂമായിരുന്നു. അപ്പം എൻ്റെ സാറിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇത് വലിയ ഹോളായിട്ട് കിട്ടണം. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ വാളിനെ ഓപ്പൺ ചെയ്തത്. പക്ഷെ നമ്മൾ ഈ വുഡ് സീലിങ്ങിനെ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വാളിനെ കട്ട് ചെയ്ത് ഇവിടെ നമ്മളതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ഈ രണ്ട് റൂമും ഒന്നാക്കിയിരിക്കുന്നത്. പിന്നെ എൻ്റെ സാറിനൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂജാ റൂമും വേണമെന്ന് സാറിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ കോർണേഴ്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു സിമ്പിൾ ഒരു ടെമ്പിൾ ഞാൻ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം സാറിന് അതിലും ഹാപ്പി ആയി. ഇനി ഇതിനകത്തുള്ള അറേഞ്ച്മെൻറ്റ്സും ഒരു ചെറിയ ഷോ കേസ്, അതുപോലെ അതിനകത്തുള്ള ലൈറ്റ്സ്, അതിനുള്ള TV യൂണിറ്റ്, ഈ ലൈറ്റ് അതെ TV യൂണിറ്റ്, അതേപോലെ തന്നെ ഇവിടെ നേരത്തെ TV വേറൊരു ലെവലാണ് ഫിക്സ് ചെയ്തിരുന്നത്. അതിന് നമ്മൾ ചെറിയൊരു പിന്നെ TV യൂണിറ്റ് ഫിക്സ് ചെയ്തു, അവിടെ TV മൗണ്ട് ചെയ്തു. അങ്ങനെയാണ് ഈ റൂമിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 കൊല്ലമായിട്ടും ഒരു റിപ്പയർ പോലെ ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ തന്നെ പലപ്പോഴും എൻ്റെ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ റിപ്പയർ ഉണ്ടോ സാറേ, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, ഞാൻ ശരിപ്പെടുത്തെ, അങ്ങനെ ഒന്നുമേ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വർക്ക് നല്ല വർക്കാണ്, നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഡൈനിങ് റൂമാണ്. ഈ ഡൈനിങ് റൂമിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന ടൈൽസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് അത് തന്നെ റിട്ടൈൻ ചെയ്തിട്ടുണ്ട്. ഷോ കേസിനെ ഒന്നും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഒരുപാട് പൈസ എക്സ്പെൻസ് ആക്കാൻ പോയിട്ടില്ല. അതുപോലെ ഇവിടെ ഒരു ഷോ കേസ് ഉണ്ടായിരുന്നു, അതിനെയും പ്രോപ്പറായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പഴയ ഡൈനിങ് ടേബിളും പഴയ ചെയർ, ഈ ചെയറൊക്കെ നമുക്കിനി കാണാൻ പോലും കിട്ടത്തില്ല, അതിനെ ഞങ്ങൾ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിൽ ലാമിനേഷൻ ഞങ്ങൾ മാറ്റിയിട്ട് പുതിയ ലാമിനേഷൻ ഫിക്സ് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡൈനിങ് ടേബിൾ സെയിം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അപ്പം നമ്മൾ ആദ്യം കണ്ടത് നമുക്കൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ നമുക്ക് ലിവിങ് റൂമിനെ നമ്മൾ വലിയ റൂമാക്കിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഡൈനിങ് ആണ്. അതിൽ കൂടുതൽ തന്നെ നമ്മൾ ഇവിടെ ഔട്ട് സൈഡ് ഒരു ഡൈനിങ്ങിൻ്റെ വാഷ് കൗണ്ടർ നമ്മൾ സെപ്പറേറ്റ് ആക്കി. നേരത്തെ ആക്ച്വലി ഈ മുറിക്കകത്തായിരുന്നു ഇതിൻ്റെ ഡൈനിങ് വാഷ് കൗണ്ടർ, അതിന് നമ്മൾ സെപ്പറേറ്റ് ആക്കി അതിനെ നമ്മൾ വെളിയിലോട്ട് മാറ്റി. ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ബെഡ്റൂമിൻ്റെ അകത്തൂടാണ് മുകളിലോട്ട് പോകേണ്ട ഒരു സ്റ്റെയർ കൊടുത്തേക്കുന്നത്. ആ സ്റ്റെയറിൻ്റെ നമ്മൾ ആക്ച്വലി ഇതിനകത്തുള്ള ഡാമേജ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തെടുത്തേക്കുന്ന ഹാൻഡ് റെയിൽസ് ആണ് ഇതെല്ലാം. പിന്നെ രണ്ടുപേർക്കും പ്രായമായതുകൊണ്ട് അവർക്ക് മേലോട്ട് കയറാനായിട്ട് ഒരു വാൾ ഹാൻഡ് റെയിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ മുറിക്കകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം പെയിൻറ്റിങ്ങും ബാക്കിയുള്ള ഇലക്ട്രിക്കൽ സ്വിച്ചസും മോഡിഫിക്കേഷൻസാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനെ മീറ്റ് ചെയ്ത് തന്നെ ഒരു ദിവസം ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഒരു കാർഡ് സ്ലിപ്പ് കിടക്കുന്നുണ്ട്. അത് ഇവരുടെ കമ്പനിയുടേതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പഴയ വീടുകളുണ്ടെങ്കിൽ ഇന്നോവേറ്റ് ചെയ്യും. അവിടെ വാട്ടർ വെള്ളം ഈർപ്പം ഉണ്ടെങ്കിൽ അതിനെ ഡ്രൈ ചെയ്ത് അതിന് ഇന്നോവേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെന്ന് അഡ്വർട്ടൈസ് ചെയ്തു. അപ്പോൾ പുള്ളിയെ നേരിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തു. ഇതേപോലെ വേറെയും 2-3 അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് 3 നോക്കിയപ്പോൾ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് പുള്ളിയാണ്. മാത്രമല്ല പുള്ളിക്ക് കുറച്ചുകൂടി ടെക്നോളജിക്കൽ നോളജ് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ പുള്ളിയെ ഞാൻ അത് എൻഗേജ് ചെയ്യിപ്പിച്ചു. എനിക്ക് എൻഗേജ് ചെയ്തതിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല എവിടെയെല്ലാം ഡിഫക്റ്റ് ഉണ്ടോ ഞാൻ കാണാത്തതിനെ പുള്ളി കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യും. സഡനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പുള്ളിക്ക് മനസ്സിൽ ഐഡിയ വരികയും അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയും പുള്ളിക്കുണ്ട്. വളരെ അപ്രിസിയേഷനാണ്. അതായത് ഇവിടെ വരുന്ന മിക്ക ആളുകളും ഇത് വന്ന് കാണും. ഇവിടെ എൻ്റെ മോളെ ഹസ്ബൻഡ് ഒരാൾ പിന്നെ ഡോക്ടറാണ്, പിന്നെ ഒരാൾ PhD കാരനാണ്, എൻജിനീയറിങ്ങിനാണ് PhD ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം അവരുടെ സുഹൃത്തുക്കളും വരുമ്പോൾ അവർ വന്ന് നിന്ന് ഈ ഡോക്ടേഴ്സ് തന്നെ 2-3 പേര് വന്ന് നിന്ന് ഇതേപോലെ ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞാൽ ഇപ്പോഴത്തെ ടെറസല്ല, ഇപ്പോഴത്തെ ഫാം ലേറ്റസ്റ്റ് ഫാം ഇതാണെന്ന് പറഞ്ഞ് അവർ വീഡിയോ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഈ ഓടാണ് ഇപ്പോഴത്തെ ഫാഷൻ. അതിന് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ അതാണ് ഉള്ളത്. അതേപോലെ തന്നെ അറബി രാജ്യങ്ങളിൽ കംപ്ലീറ്റ് അങ്ങനെയാണ്. അപ്പം അതും ഞങ്ങൾക്ക് ഈ ഒരു 75 കൊല്ലം പഴക്കമുള്ള വീടിനെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു വർക്ക് ചെയ്യാൻ ഞങ്ങൾക്കൊരു കിട്ടിയതും ആ ഭാഗ്യം തന്നെയാണ്. അതിൽ എൻ്റെ ക്ലയൻറ്റും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലത്തെ പഴയ വീടുകളോ 100 വർഷമോ 80 വർഷമോ 90 വർഷം പഴക്കമുള്ള വീട് ഏത് വീടാണെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാ വീടിൻ്റെയും പ്രോബ്ലംസും സോൾവ് ചെയ്ത് പ്രോപ്പറായിട്ട് റിനോവേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും.